ഈ മറ്റേ പല KPCC ഭാരവാഹികൾക്കും DCC ഭാരവാഹികൾക്കൊന്നും ഇപ്പൊ DCC പ്രസിഡന്റ് സ്ഥാനം, ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം, താല്പര്യമില്ല. KP സെക്രട്ടറി സ്ഥാനവും താല്പര്യം. എല്ലാവർക്കും മന്ത്രിയുടെ സ്റ്റാഫായ മതി. ഇങ്ങനെ പോയാൽ ഉണ്ടാവുന്ന വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഭരണത്തിൽ വരുന്ന സമയത്ത് അവരൊരിക്കലും പാർട്ടിയെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ തകരും. ഈ വെള്ളിമുങ്ങിൽ ബിജുമേനോൻ ഒരു പെട്ടിയെടുത്ത് പോകുന്നില്ല. അതേപോലെ എപ്പോൾ വേണമെങ്കിലും വണ്ടി കയറാൻ പറ്റുന്ന രീതിയിലേക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ നേതാക്കന്മാരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ സംഘടനയെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള പ്രവർത്തനം നടക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ അഭിപ്രായം പറയുന്നത്. രാജേഷ് നമസ്കാരം. രാജേഷ്, ഇപ്പോൾ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ VD സതീശൻ പറഞ്ഞിരുന്ന പോലെ വലിയ വിസ്മയങ്ങൾ കേരളത്തിൽ തീർക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 19 തീയതിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എല്ലാവിധ ബഡ്ജറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിസ്മയത്തെക്കുറിച്ച് സംസാരിക്കാം എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയമുണ്ട്. ഈ LDFിൻ്റെ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി LDFിൻ്റെ യോഗം അടിയന്തരമായിട്ട് തന്നെ ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ UDFിൻ്റെ യോഗം തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റ് ഉഭയകക്ഷി ചർച്ചകൾ, ഇനിയിപ്പോൾ ഒരുപാട് ബോർഡുകൾ, കോർപ്പറേഷനുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു UDF യോഗം കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടുകയോ അല്ലെങ്കിൽ KPCC ഇത്രയും വലിയൊരു വിജയം കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും KPCC ഭാരവാഹികളെല്ലാം എനിക്ക് തോന്നുന്നു ഒരു ബൂത്ത് മെമ്പറായിട്ടുള്ള ആളുകൾ വരെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും KPCCക്ക് വേണമെങ്കിൽ KPCCയുടെ ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ കൂടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ KPCC പ്രസിഡന്റ് ഇപ്പോൾ മന്ത്രിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള അനിൽകുമാറും PC വിഷ്ണുനാഥും ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സണ്ണി ജോസഫ് ഓൾറെഡി ഒഴിയാൻ വേണ്ടിയിട്ടുള്ള സന്മനസ്സൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ ഇതിനുവേണ്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി സംവിധാനം, സംഘടനാ സംവിധാനവും കോൺഗ്രസിൽ വേണ്ട എന്നൊരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ, അതോ ഇനിയിപ്പോൾ ടീം UDF വേണ്ട എന്നൊരു തീരുമാനം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? അല്ല, ഈ മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് കോൺഗ്രസിനുള്ളത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് കോൺഗ്രസ് എപ്പോഴും അധികാര രാഷ്ട്രീയത്തിലാണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. സംഘടനാ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സംഘടനയെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും രണ്ടാമത്തെ പരിഗണന മാത്രമാണ് നൽകുന്നതെന്നതാണ്. കാരണം ഒന്ന്, KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതായത് ഷാഫി പറമ്പിലിനെ പോലെ വളരെ കുറച്ച് പേര് മാത്രമാണ് സംഘടനയ്ക്ക് പുറത്ത്, അല്ല ഈ അധികാരത്തിന് പുറത്ത് നിൽക്കുന്നവർ. ബാക്കി എല്ലാവരും MLA മാർ. ഇപ്പോൾ DCC അധ്യക്ഷന്മാർ ഏതാണ്ട് 5ഓളം അധ്യക്ഷന്മാർ ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഇത്രയും DCC പ്രസിഡന്റുമാരാണ്. അതുപോലെ തന്നെ ഇവിടെ കോട്ടയം DCC പ്രസിഡന്റ്, അങ്ങനെ 6ഓളം DCC അധ്യക്ഷന്മാർ ഇപ്പോൾ MLA മാരാണ്. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാണ് CB പറഞ്ഞ പോലെ 2 പേര് ആണ്. ഈ സാധാരണ KPCC അധ്യക്ഷൻ ഇല്ലാതെ വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തിരക്കുകൾ വന്നാൽ സ്വാഭാവികമായിട്ടോ അതിൻ്റെ ചുമതല വഹിക്കേണ്ടിയിരുന്ന 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിമാരായതിനാൽ അവരെല്ലാം ഈ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി പുതിയൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന അപ്പോൾ തന്നെ ഏറെക്കുറെ ധാരണയുണ്ടായിരുന്നു ആരൊക്കെ മന്ത്രിയാവും എന്നുള്ളത്. KPCC അധ്യക്ഷൻ മന്ത്രിയാവും എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നതാണ്. പേരാവൂരിൽ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് അവിടെ വളരെ കൃത്യമായി പറഞ്ഞു കേട്ടിരുന്നത് KPCC അധ്യക്ഷൻ ഭരണത്തിൽ വന്നാൽ KPCC അധ്യക്ഷൻ നിങ്ങളുടെ നാട്ടുകാരനായ നിങ്ങളുടെ സ്ഥാനാർത്ഥി തീർച്ചയായും മന്ത്രിയാവുന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പകരക്കാരനായ ഒരാളിനെ കണ്ടുവെക്കണമായിരുന്നു. ഏറ്റവും ഗുരുതരമായൊരു വിഷയം ഉണ്ടായിരുന്നത് ചുമതല ആർക്കും നൽകിയിരുന്നില്ല ഇലക്ഷൻ സമയത്ത് എന്നാണ്. കാരണം അങ്ങാണ്ട് തോറ്റുപോയാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വന്നാലോ എന്നുള്ള ഭയം കാരണം സണ്ണി ജോസഫ്, ശൈലജ ടീച്ചറായിരുന്നു അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പം ബെന്നി ബഹനാൻ ആ സ്ഥാനത്തേക്ക് വരും എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം ആ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചുമതലയിലേക്ക് വന്നില്ല. ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഷാഫി പറമ്പിലിന് ചുമതല കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പത്രവാർത്തകൾ വന്നതല്ലാതെ അങ്ങനെ ഒരു ചുമതല ആർക്കും നൽകാൻ വേണ്ടിയിട്ട് KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ചുമതല കൈമാറണം എന്ന് ഹൈക്കമാൻഡോ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അനുമാനിക്കുന്നത് തീർച്ചയായും പുതിയ ഭരണ സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് സണ്ണി ജോസഫിന് പകരം വളരെ പെട്ടെന്ന് തന്നെ ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്താൻ പറ്റുക. പക്ഷേ
ഈ ചർച്ചകൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. പിന്നീട് അത് ഡൽഹിയിലേക്ക് ചർച്ചകൾ മാറുന്നു. ഡൽഹിയിലെ ചർച്ചയിലുണ്ടായൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് 5 പേർ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുകയും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള MP-മാർ ഈ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യതയുള്ളത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖർഗെയും അതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ മറ്റ് നേതാക്കന്മാരെയും, അതായത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ നേരിൽ കണ്ട് തന്റെ അവകാശം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. AICC തീർച്ചയായും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വീണ്ടും തർക്കങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ഈ ഇലക്ഷൻ റിസൾട്ട് വന്നത് മെയ് 4-ാം തീയതിയാണ്. മെയ് 4-ാം തീയതി തൊട്ടിട്ട് 11 ദിവസത്തെ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ ആരാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിന് സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും മന്ത്രിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് മന്ത്രി ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും പ്രഖ്യാപിക്കണം, KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കണം, 2 വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കണം, അതുപോലെ തന്നെ 6 DCC അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കണം. അപ്പോൾ കേരളത്തിൽ ഏറെക്കുറെ സംഘടന മൊത്തത്തിൽ പുതുക്കി പണിയേണ്ടതുണ്ട്. വലിയ പണിയാണ്. അല്ല, ഇതിനോട് KSUവിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന കാരണത്തിൽ അദ്ദേഹം പിണങ്ങി നടക്കുകയാണ്. കാരണം നീറ്റ് വിഷയത്തിലൊക്കെ അതിശക്തമായ സമരം ആരംഭിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് KSU. അല്ല, ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് KSU സമര പാർട്ടി ഒരു സംഘടനയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആലങ്കാരിക സംഘടനയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന ഇന്നലെ തന്നെ KSU ഒക്കെ പുനഃസംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും സാധിച്ചിട്ടില്ല. അതുപോട്ടെ, KSUവിനെ കുറിച്ച് നമുക്ക് വെറുതെ വിടാം. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കണ്ടേ? കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ തീർച്ചയായും മന്ത്രിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളത് മാത്രമേ ഈ കോൺഗ്രസിന് മുന്നിലുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ 2 സ്ഥാനത്തേക്കും പുതിയ ആളുകൾ വരും എന്ന് പ്രഖ്യാപിച്ചല്ലാണ്ട് പുതിയ ആളുകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, ഏറെക്കുറെ ഇന്ദിരാഭവൻ ഏതാണ്ട് ശോകമുഖമായിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അവിടെ ഭാരം വഹിക്കുന്ന ആളുകൾ ആരും അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെയൊക്കെ ശ്രദ്ധ ഈ സർക്കാരിലേക്ക് പോകുന്നു. ഒരുപാട് നേതാക്കന്മാർ, ചെറിയ താഴെക്കടയിലുള്ള നേതാക്കന്മാർ തിരുവനന്തപുരത്ത് തമ്പടിച്ചിരിക്കുന്നു. എൻ്റെ എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം ഏതാണ്ട് 1000 പേരെങ്കിലും ഈ മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അപേക്ഷകൾ കൃത്യമായി പരിശോധിക്കാനും അതിലൊരു പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനും പറ്റുന്ന KPCC ഭാരവാഹികൾ ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. കാരണം KPCC അധ്യക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഫലത്തിൽ ഈ കോൺഗ്രസ് സംവിധാനം പൂർണ്ണമായും അനങ്ങാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പൊ സണ്ണി ജോസഫിന് PA നിയമനം നടത്തിയത് അത് സണ്ണി ജോസഫിന്റെ അളിയനെയാണ് വെച്ചത്. അതെ, സണ്ണി ജോസഫ് ഒരുപാട് ആളുകളെ തപ്പി നടക്കുന്നതിനെ കണ്ടാൽ അദ്ദേഹത്തിന് ഏറ്റവും പരിചയവും ഏറ്റവും വിശ്വസ്തരുമായ അദ്ദേഹത്തിന്റെ അളിയനെ വെക്കുകയെന്നല്ല. ബെന്നി അത്ര കുഴപ്പക്കാരനൊന്നല്ല. ബെന്നി വളരെ ഊർജ്ജസ്വലനായ ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ DCC സെക്രട്ടറിമാരുടെ ഒരാളാണ്. അദ്ദേഹം നേരത്തെ ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നുണ്ട്, ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസ് വേദികളിൽ വളരെ സജീവ സാന്നിധ്യമാണ് ബെന്നി അത്ര അല്ലെങ്കിൽ മോശം. വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ മറ്റേ പല KPCC ഭാരവാഹികൾക്കും DCC ഭാരവാഹികൾക്കും ഒന്നും ഇപ്പൊ DCC പ്രസിഡന്റ് സ്ഥാനം, ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം താല്പര്യമില്ല, KP സെക്രട്ടറി സ്ഥാനം ഒന്നും താല്പര്യം. എല്ലാവർക്കും മന്ത്രിയുടെ സ്റ്റാഫാണ്. അതെ, മന്ത്രിയുടെ സ്റ്റാഫാവണം. അതുപോലെ തന്നെ ഈ ഭരണത്തിന്റെ സുഖസൗകര്യങ്ങൾ, സുഖലോലുപത കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പോയാൽ ഉണ്ടാവുന്ന വിഷയം എന്ന് പറയുന്നത്, കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഭരണത്തിൽ വരുന്ന സമയത്ത് അവരൊരിക്കലും പാർട്ടിയെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ തകരും. പിന്നെ ആവശ്യക്കാരനും അത് നിർവഹിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ മാത്രമായി ഈ നേതാക്കന്മാർ മാറുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ ഞാനങ്ങ് തിരുവനന്തപുരത്ത് വിളിക്കട്ടെ എന്ന് പറയുന്ന ഒരു ആ സ്റ്റൈലാണ്. കാരണം എന്ത് സംഭവം നടന്നാലും അപ്പം തന്നെ ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം എന്ന് പെട്ടി റെഡിയാക്കി വെക്കുന്നൊരവസ്ഥയാണ്. ഈ വെള്ളിമുങ്ങൽ ബിജുമേനോൻ ഒരു പെട്ടി എടുത്ത് പോകുന്നില്ല. അതേപോലെ എപ്പോൾ വേണമെങ്കിലും വണ്ടി കയറാൻ പറ്റുന്ന രീതിയിലേക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ നേതാക്കന്മാരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ സംഘടനയെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള പ്രവർത്തനം നടക്കുന്നത്. ആർക്കും DCC അധ്യക്ഷന്മാരായിട്ട് ഇവിടെ ആര് വരണം എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. ഇപ്പം നമുക്കൊന്ന് വളരെ കൃത്യമായി, ഇപ്പം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളാണ് ഈ കൊച്ചിയൊക്കെ. തീർച്ചയായും കൊച്ചിയിലും അതുപോലെ തന്നെ കോട്ടയത്തൊന്നും DCC അധ്യക്ഷൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമവും കോൺഗ്രസ്സുകാർ ആരും പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നമ്മളിത് പറയുന്ന സമയത്ത് ചോദിക്കും, ഞങ്ങളുടെ DCC പ്രസിഡന്റ് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ വരും. പക്ഷെ അതല്ല, സംഘടനാ സംവിധാനങ്ങൾ ദുർബലമാവും എന്നുള്ളതാണ്. മാത്രമല്ല
ഓരോ സ്ഥലത്തും അതാത് സ്ഥലങ്ങളിലുള്ള നേതാക്കന്മാർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ. അവരുടെ താല്പര്യങ്ങളാണ് ഇനി സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ സംഘടനാ സംവിധാനങ്ങൾ ഇത്ര കുത്തഴിഞ്ഞു പോകുന്നു? ഒറ്റ മാസം കൊണ്ട് ഇതാണ് അവസ്ഥയെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് ഈ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും എന്നുള്ളത് വലിയ പരിതാപകരമാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ബെന്നി ബെഹനാന്, അതോടൊപ്പം തന്നെ ജോസഫ് വാഴയ്ക്കന്, ആന്റോ ആന്റണി, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്. ഒരാളും കൂടിയുണ്ട്, അടൂർ പ്രകാശ് കൂടിയുണ്ട്. അടൂർ പ്രകാശ് UDF കൺവീനർ അല്ലേ? UDF കൺവീനറാണ്. കെ മുരളീധരനെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരട്ട പദവി വേണ്ട. അല്ല, ഇതിലിപ്പം ഈ അങ്ങനെ പറയുകയാണെങ്കിൽ ജോസഫ് വാഴക്കൻ മാത്രമാണ് ഒരു പദവിയും ഇല്ലാത്തത്. നമ്മൾ പല വീഡിയോകളിൽ ഇത് പറഞ്ഞതാണ്. കാരണം ജോസഫ് വാഴക്കന് ചുമതല കൊടുത്താൽ അദ്ദേഹത്തിന് മറ്റ് ഇരട്ട പദവിയില്ല. അദ്ദേഹത്തിന് ഇടക്കിടക്ക് ഡൽഹിയിൽ പോകേണ്ട ഒരു പരിപാടിയില്ല. മറ്റുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഈ പറഞ്ഞ അടൂർ പ്രകാശ് MP ആണ്, അതുപോലെ തന്നെ ആന്റോ ആന്റണി MP ആണ്, ബെന്നി ബെഹനാൻ MP ആണ്, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. ഈ 4 പേര് MP മാരാണ്. അപ്പോൾ അതിൽ 5ാമതായിട്ടുള്ള വാഴക്കൻ മാത്രമാണ് പ്രത്യേകിച്ചിട്ട് യാതൊരു ചുമതലയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ക്ലെയിം കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഏറ്റുമാനൂർ ഒരു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി തീരുമാനിച്ച് അദ്ദേഹം ഏതാണ്ട് 30,000-40,000 കണ്ട് പോസ്റ്ററുകളൊക്കെ അടിച്ച് എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരു രാത്രിയിലാണ് അദ്ദേഹത്തോട് പറയുന്നത് മാറിക്കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ ഒരു തരത്തിലും ബഹളം ഉണ്ടാക്കാതെ അദ്ദേഹം മാറിക്കൊടുത്തു. നാട്ടക സുരേഷിന് വേണ്ടി അദ്ദേഹം മാറിക്കൊടുക്കുന്നു. നാട്ടക സുരേഷ് അവിടെ ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വേണം? അദ്ദേഹത്തിന് മറ്റൊരു അക്കോമഡേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റു പലരും വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇത് എന്തിനാണ് ഈ കൊടിക്കുന്നിൽ സുരേഷൊക്കെ എന്ന് പറയുന്നത് ദീർഘകാലം കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം ദീർഘകാല MP ഒക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന്. ഇപ്പൊ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്തിനാണ് KPCC അധ്യക്ഷനാവാൻ വേണ്ടി ശ്രമിക്കുന്നത്? നമുക്ക് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ദളിത് പ്രാതിനിധ്യം എന്നാണ്. അങ്ങനെ ദളിത് പ്രാതിനിധ്യമാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിന് കൊടുക്കണം. അല്ല, അദ്ദേഹത്തിന്റെ സ്റ്റാഫിലെങ്കിലും ഒരു ദളിതനെ അപ്പോയിന്റ് ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്നത്. ദളിതൻ ഒരു KPCC അധ്യക്ഷനായി വരുന്നതിലൊന്നും തെറ്റില്ല. അത് നല്ലതാണ്, നല്ല സന്ദേശമൊക്കെയാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ഇതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ അഭിപ്രായം പറയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ സംഘടനയെ കൊണ്ടുപോകാമല്ല. കാരണം ദീർഘകാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പം എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ സംഭവിച്ചത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതേ പ്രശ്നമായിരുന്നു. കാരണം അദ്ദേഹം ദീർഘകാലമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റാതെ പോയതാണ് ആ സമയത്തുണ്ടായ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കാലമായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഇപ്പോൾ MP ആണ്. തൽക്കാലത്തേക്ക് അദ്ദേഹം MP ജോലി മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം. പക്ഷേ ഈ തർക്കം രൂക്ഷമായിരിക്കുകയും ഓരോ നേതാക്കന്മാരും നമ്മുടെ ആളായിരിക്കണം KPCC അധ്യക്ഷൻ എന്ന് വലിയ സമ്മർദ്ദം ചെലുത്താനും തുടങ്ങിയോടെയാണ് ഈ AICC നേതൃത്വത്തിന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ പറ്റാത്തതും 2 വൈസ് പ്രസിഡന്റ്മാരെ പ്രഖ്യാപിക്കാൻ പറ്റാത്തതും KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പറ്റാത്തതെന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ വളരെ പെട്ടെന്ന് ഇതിൽ മുൻകൈ എടുക്കണം. എന്നിട്ട് സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. മാത്രമല്ല, ഇപ്പോൾ ഒരു ഭരിക്കുന്നൊരു പാർട്ടിയെ തീർച്ചയായും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയൊക്കെ അവർക്ക് തോന്നിയ പോലെ ചെയ്യും. അപ്പോൾ തീർച്ചയായും ഒരു കോൺഗ്രസ് സംവിധാനത്തിൽ തന്നെ ഈ പാർട്ടിയെ മൊത്തത്തിൽ ഈ സർക്കാരിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിനുകൂടി പറ്റുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം.